ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഫ്രണ്ട് ഡിസ്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ മാറ്റുക, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ചെയിനൊക്കെ നല്ല രീതിയിൽ അടിയാണ്, നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ ക്ലിയറായിട്ട് കിട്ടുന്നില്ല, വലിഞ്ഞ പോണേ. കമ്പനി ലൈൻഡറാണ്, പക്ഷേ മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാണ്. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റണം. അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ, ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീലിൻ്റെ ബെയറിംഗ് ആയാലും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ചെയിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതായത് ചെയിൻ ഫുള്ള് തീർന്നേക്കാണ്, അഡ്ജസ്റ്റിങ് മാക്സിമത്തിൽ തീർന്നേക്കാണ്, അത്രയും ലൂസാണ് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാത്രമല്ല, നമുക്ക് ഈ സസ്പെൻഷൻ്റെ ബെയറിങ്ങും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതാണ് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ഷിവറിങ് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ. അപ്പോൾ സസ്പെൻഷൻ്റെ ബെയറിങ്, നീഡിൽ ബെയറിങ് മാറ്റിയിട്ട് വേണം ചെയിൻ സ്പോക്കറ്റ് ഇടാനായിട്ട്, അല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് നിൽക്കില്ല, പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ്, ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കട്ട് ചെയ്യാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ് ബാക്കിലത്തെ സ്പോക്കറ്റ് കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ലെഫ്റ്റ് സൈഡ് ഫുട്രസ്റ്റൊക്കെ ആകെ റബ്ബറൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്, അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് മാറ്റിയിടാം. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ, 12 വോൾട്ട് 7 ആമ്പിയറിൻ്റെ ബാറ്ററി. അപ്പോൾ ഞാൻ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഒന്ന് ലോഡ് ടെസ്റ്റിലേക്ക് നടത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് 8.5 വോൾട്ടിൽ താഴെയാണെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് വരാം. ഇതിപ്പോൾ 9.2 ആ റേഞ്ചൊക്കെ ഉള്ളൂ, നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ്, കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ സീറ്റും സൈഡ് കവറും ചെയിൻ കവറൊക്കെ ഒന്ന് അഴിച്ചിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ, ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ തുരുമ്പുള്ള ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് അടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ചേസിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തുരുമ്പിട്ട് ഒടിഞ്ഞ് വേണം നമ്മൾ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ വാട്ടർ സർവീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഴിച്ച് കഴുകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ബോഡി വാഷിങ് 150 രൂപയാണെങ്കിൽ ഇതൊക്കെ അഴിച്ച് കഴുകുമ്പോൾ 300 കൊടുക്കണം. എന്നാൽ പുറമെ കൊടുത്ത് ചെയ്യണ വർക്കാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ കേസും കൂടി കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ബ്രേക്കിൻ്റെ അവിടെ കംപ്ലൈൻ്റ് ആണ്. അതായത് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നു. ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നതിന് ശേഷം പ്ലേറ്റുമ്പോൾ കയറി പിടിച്ചാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇത്രയും അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചാൾ മുമ്പ് നമ്മളതിൻ്റെ MC സബൊക്കെ മാറ്റി വിട്ടാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ പാഡ് എന്തെങ്കിലും നമുക്ക് മാറ്റണം. കൂട്ടത്തിക്കട ഈ ബ്രേക്ക് ഡിസ്കിൻ്റെ പ്ലേറ്റും കൂടി മാറ്റിയാലാണ് ബ്രേക്കിന് ലൈഫ് കിട്ടുള്ളൂ കേട്ടോ. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പിസ്റ്റൺ ടൈറ്റായിട്ടിരിക്കുക. നമ്മളതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഈ MC സബൊക്കെ മാറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാലിപ്പർ അസംബ്ലി റിപ്പയർ ചെയ്തെടുത്താണ്. വീണ്ടും പിസ്റ്റൺ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ മാറ്റുന്നേക്കാളും മുമ്പ് ഇതും കൂടി ഒന്ന് അഴിച്ചൊന്ന് സർവീസ് ചെയ്യണം. അത് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ പിസ്റ്റൺ സീൽ മാറ്റിയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് റീസെറ്റാക്കി എടുക്കണം. എന്നാലാണ് അത് ബ്രേക്ക് പാഡ് ഇട്ടാൽ നിൽക്കുള്ളൂ കേട്ടോ. ഈ പ്ലേറ്റ് ഇതുമേക്ക് നമ്മൾ പുതിയ പാഡ് ഇട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല, പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു. കാരണം അത്രയ്ക്ക് സ്ക്രാച്ച് ഇതുമുണ്ട്. അതായത് ശരിക്കും നമ്മൾ ഈ മണലിലിട്ട് ഉരയ്ക്കണ പോലെ ഇരിക്കും ഇതുമേക്ക് പുതിയ പാഡ് ഇടുമ്പോൾ കേസ്, പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു പോകും. അപ്പോൾ ബ്രേക്ക് പാഡ് കംപ്ലയിൻറ്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റും ബ്രേക്ക് പാഡ് സെറ്റും കൂടി മാറ്റിയാലാണ് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ മെറ്റൽ ഭാഗമൊക്കെ അത് എത്രയും തേഞ്ഞത്, ഈ സ്റ്റെപ്പ് ഉണ്ട്, ഈ സ്റ്റെപ്പ് വരെ തേഞ്ഞ് പോയേക്കണത് കേട്ടോ, അതാ പറ്റിയാണ്. പിന്നെ ബൂട്ട് സെറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പോയിൻ്റൊക്കെ നല്ല രീതിയിലേക്ക് തേഞ്ഞുണ്ട്, അതായത് കത്തി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ നിലവിലിപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാതെ നമ്മൾ കാർബറേറ്റർ അയക്കണില്ല. ജനറൽ സർവീസിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മളത് അഡീഷണലായിട്ട് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നിലവിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ ഇനി അതല്ലെങ്കിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ സ്ലോ സ്പീഡിൽ നിൽക്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കാർബറേറ്റർ അഴിക്കേണ്ട കേസുള്ളൂ. അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 500-550 നമുക്ക് ചിലവ് വന്ന കേസാണ്. വാക്യൂം പിസ്റ്റണിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് വിടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്ന തലവേദന വേറെ. കാരണം എന്ന് വെച്ചാൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ ഇതെന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഇപ്പോൾ അത് തുടങ്ങില്ല, കാർബറേറ്റർ തുടങ്ങില്ല കേട്ടോ. അത് ആ രീതിയിൽ ഓടട്ടെ. പിന്നെ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, അത് ഫ്ലാഷർ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കാരണം എന്ന് വെച്ചാൽ ബാക്കിലെ ചെയിൻ സ്പോക്കറ്റും സസ്പെൻഷൻ ബെയറിങ്ങും മാറണം, ജനറൽ സർവീസായിട്ട് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറണം, പ്ലഗ് ചേഞ്ച് ചെയ്യാനുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പാഡ് ഡിസ്ക് പ്ലേറ്റ് മാറണം. അതേപോലെ തന്നെ കാളിപ്പർ അസംബ്ലി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതായത് ആ ഡിസ്ക് പ്ലേറ്റ് ഇതിൻ്റെ ഈ പിസ്റ്റണൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ കയറി വരികയും അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു സെൻറ്റിമീറ്റർ ബാക്കിലേക്ക് ചെറുതായിട്ടൊന്ന്
ഇതാവും. അപ്പോഴാണ് കറക്റ്റായിട്ട് പാഡിന് ലൈഫ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും വണ്ടി വന്നപ്പോൾ ഉള്ളതാണ്. നമ്മൾ മാക്സിമം റിപ്പയർ ചെയ്ത് കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ ഈ തവണ കൂടി ഒന്ന് റിപ്പയർ ചെയ്ത് ഇടാം. അതായിരിക്കും കുറച്ച്. അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സസ്പെൻഷനൊക്കെ അഴിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് താമസം തന്നെ പണി. അപ്പോൾ അതും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തീരുള്ളൂ. മാക്സിമം നമ്മളിന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വാട്ടർ സർവീസ്, പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് തീർക്കാനായിട്ട് പറ്റുള്ളൂ. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം. അതൊക്കെ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒഴിവാക്കേണ്ട ദിവസം ഉണ്ടോ. ഒന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള സംഭവം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാം ചെയ്യേണ്ടവർക്ക് തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം ആ റിപ്ലൈ വെച്ചിട്ട് നമുക്ക് അത് വേണം, അതനുസരിച്ചിട്ട് വേണം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ടോട്ടൽ എസ്റ്റിമേറ്റ് ഇടാം. എന്നിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൈയോടെ അങ്ങനെ ചെയ്തു പോകണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ.